ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. മലപ്പുറം വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാപ്പ് പറയാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ നിലമ്പൂരിൽ വരുമ്പോൾ കിട്ടുക എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത തകർച്ച എന്ന്, അതിന്റെ ഗൗരവവും കാണാത്തത് കേരള സർക്കാർ മാത്രമാണെന്നും അദ്ദേഹം നിലമ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി നാളെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കും. മലപ്പുറത്ത് 150 കിലോ സ്വർണവും 133 കോടി രൂപയും കണ്ടെടുത്തു. അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ. അദ്ദേഹം അതിൽ മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത്. പലരും പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, PR ആയിരുന്നു, PR അല്ലായിരുന്നു, പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു, ഹിന്ദുവിൽ വന്ന ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാനുള്ള അവസരമാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ തയ്യാറാണ്. രണ്ടിപ്പോ പെൻഷന്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ച. കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ്. ആ കുറ്റത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൗരവം. പക്ഷെ ഈ ഗൗരവം കാണാത്ത ഏക പ്രതിനിധികളുള്ളത് കേരള സർക്കാരാണ്. കേരള സർക്കാർ ഇത് ലൈറ്റാണ്. അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിവരിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉന്നയിക്കുന്നവര് ട്രാൻസ്പെറൻസി വേണം, ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം, കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാർ.